കുറേ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ടിട്ട്. സോ ഞാൻ വിചാരിച്ചെൻ്റെ കോണ്ടന്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന്. ഇനി മുതലേ എൻ്റെ ഇൻസ്റ്റയിൽ വ്ളോഗ് ഇടാം. അത് എന്തുവാണെന്ന് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് ഇടുന്നത് എൻ്റെ കോളേജ് റൊട്ടീനാണ്. പിന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടാ. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ടോപ്പ് ഞാൻ മീഷോന്ന് എടുത്താണ്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ലിങ്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് മൈ ചപ്പൽ. ഈ ചപ്പൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചാണ്. ഇതും ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്ത് തന്നെ. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ ഈ ലിങ്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ക്ലാസ് 9 മണിക്കാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ എണീക്കൽ 8:45. ഇപ്പം അതിനൊരു മാറ്റം വെച്ച് 8:30 എണീക്കൽ. അതുകൊണ്ട് തന്നെ മോർണിംഗത്തെ ഫുഡ് അവക്കുക. ഇതാണ് എൻ്റെ മോർണിംഗത്തെ ഫുഡ്. ഇനി ഇത് തിന്നിട്ടേക്ക് 11:30 വരെ ഞാൻ ഇരിക്കൽ. എനിക്ക് എൻ്റെ റൂമിൽ നിന്ന് കുറച്ച് അങ്ങോട്ടുണ്ട് കോളേജിലേക്ക് നടക്കാൻ. അതുകൊണ്ട് തന്നെ 9:10 9:15 ഞാൻ ക്ലാസ്സിലെത്തൽ. ID കാർഡ് ഞാൻ എവിടെയോ കൊണ്ടുപോയി കളഞ്ഞു. അതുകൊണ്ട് തന്നെ ERP കാണിച്ചിട്ട് എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനും വേണ്ട ടൈമില്ല. 2nd ഫ്ലോറിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. അപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ടൈമിൽ വർക്കും ചെയ്യില്ല. അപ്പോൾ അവിടെ ചീത്തയൊക്കെ ഒരു കാരണം കൂടി ആയല്ലോ. അപ്പോൾ ഭാഗ്യം എന്താ വെച്ചാൽ ക്ലാസ്സിൽ ആരും വന്നിക്കില്ലേനു. പിന്നെ വെറുതെ ഇരുന്നപ്പോഴത്തേനും ബ്രേക്കായി. സോ ഞങ്ങൾ കോളേജിൻ്റെ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് കേക്കൊക്കെ മേടിച്ച് ക്ലാസ് കയറി. ഇതിപ്പോൾ ക്ലാസ് വെറുതെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയും. 20 അസൈൻമെൻറ്റ് ചെയ്ത് തീർക്കണം. നമുക്ക് ചെയ്ത ഒന്നാണെന്നുണ്ട് അതിന് റീഡും പറഞ്ഞു മാം. ഒരു വൃത്തിയിട്ട അവസ്ഥ ആണെന്നുള്ളൂ. കുറേ ഇരുന്നിട്ടൊക്കെ എന്തെല്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇൻറ്റീരിയർ ഡിസൈൻ അത്ര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എല്ലാം മനസ്സിലായി. എനിവേ പഠിച്ചാൽ നല്ല സാലറി ഉണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കായി നമുക്ക്. സോ തിന്നണല്ലോ. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പാർസലും മേടിച്ച റൂമിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും ക്ലാസ്സിൽ പോയി. 5 മണി വരെ ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് റൂമിൽ പോയി. അപ്പോൾ ഇത്രയുള്ളൂ ഗായ്സ്.